ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 89 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുക കർണാടകയിലാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. നന്ദഗോപൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ദേവിക, കേരളത്തിലെ 20 മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കർണാടകത്തിൽ 14 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ രാജസ്ഥാനിൽ 13 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതേപോലെ തന്നെ ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലുമായി 8 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മധ്യപ്രദേശിലെ 7 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പശ്ചിമ ബംഗാളിലും ആസാമിലും 5 മണ്ഡലങ്ങളിൽ വീതമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേപോലെ തന്നെ ഛത്തീസ്ഗഡിൽ 3 ഇടങ്ങളിലും മണിപ്പൂരിൽ ഒരിടത്തും അതേപോലെ തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുവിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ മൊത്തം 89 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ഒരുക്കങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയാണ്. 89 മണ്ഡലങ്ങളിലും അതിൽ പ്രശ്നബാധിത ബൂത്തുകളടക്കം നിരീക്ഷിക്കുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കേന്ദ്രീകൃത സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വിലയിരുത്തലുകളിലും യോഗങ്ങളിലുമൊക്കെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 89 മണ്ഡലങ്ങളിൽ അതിൽ 62 മണ്ഡലങ്ങൾ നിലവിൽ NDAയ്ക്ക് ഒപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അതിൽ 55 മണ്ഡലങ്ങൾ BJP ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച മണ്ഡലങ്ങളാണ് എന്നുള്ള സവിശേഷതയുമുണ്ട്. അതിനാൽ തന്നെ ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് BJP ക്യാമ്പുകളിലുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാജസ്ഥാനിലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജസ്ഥാനിലെ കോട്ടയാണ്. അതോടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള മത്സരിക്കുന്നു. കഴിഞ്ഞ 2 തവണയും ഓം ബിർള തന്നെയായിരുന്നു അവിടുത്തെ MP. ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തി വരുന്ന ഒരു കാഴ്ചയാണ് രാജസ്ഥാനിലെ കോട്ടയിൽ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ 2 മുൻ മുഖ്യമന്ത്രിമാർ മത്സരിക്കുന്നു. ഒന്ന് കർണാടകത്തിലെ മാണ്ഡ്യയിൽ നിന്ന് HD കുമാരസ്വാമി മത്സരിക്കുന്നു NDAയുടെ ഭാഗമായി. അതേപോലെ തന്നെ മറ്റ് ഛത്തീസ്ഗഡിൽ നിന്നും അവിടുത്തെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ ഭാഗമായി ഭൂപേഷ് ബാഗൽ മത്സരിക്കുന്നു. അതേപോലെ തന്നെ 2 സംസ്ഥാനങ്ങളിലെ BJP അധ്യക്ഷന്മാർ മത്സരരംഗത്തുണ്ട്. ഒന്ന് കേരളത്തിൻ്റെ K. സുരേന്ദ്രൻ, അദ്ദേഹം വയനാട് മത്സരിക്കുന്നു. മറ്റൊന്ന് പശ്ചിമ ബംഗാളിലാണ് മത്സരിക്കുന്നത്. അവിടെ സുഗേന്ദ മജുംദാർ അവിടെ മത്സരരംഗത്തുണ്ട്. ഇങ്ങനെ അതേപോലെ തന്നെ BJP യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ ബാംഗ്ലൂർ സൗത്തിൽ നിന്ന് മത്സരിക്കുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നിരവധിയാണ്. ഒപ്പം തന്നെ മധുര, ഹേമമാലിനി മത്സരിക്കുന്ന മധുരയടക്കം അവിടെ BJP റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ BJPക്ക് ഒപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഭൂരിഭാഗവും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP ക്യാമ്പുകളുള്ളത്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും അത് കൃത്യമായി താഴെത്തട്ടിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. ജനങ്ങൾക്ക് അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് ആ നേട്ടങ്ങൾ എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബൂത്ത് തലങ്ങളിൽ പോലും പ്രവർത്തകരും അതേപോലെ തന്നെ ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തകർ പോലും അങ്ങ് പ്രധാനമന്ത്രി വരെയുള്ളവരുടെ ഒരു ആത്മവിശ്വാസം അതുതന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല വരാൻ പോകുന്ന നാളുകളിലേക്കുള്ള പ്രകടന പത്രികയിൽ കൃത്യമായി തന്നെ BJPയുടെ എന്താണ് ലക്ഷ്യം, അതേപോലെ തന്നെ ഓരോ വിഭാഗം ജനങ്ങൾക്കും എന്തെല്ലാം ലഭിക്കും, എന്താണ് BJPയുടെ പദ്ധതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അക്കമിട്ടുകൊണ്ടുള്ള പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP വോട്ട് തേടുന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും വലിയ ആത്മവിശ്വാസം തന്നെയായിരുന്നു BJPക്കുള്ളത്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതേ ആത്മവിശ്വാസം അത് വർദ്ധിച്ച ഒരു സാഹചര്യം. കാര്യം 89 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും 62 മണ്ഡലങ്ങൾ NDAയ്ക്ക് ഒപ്പം നിൽക്കുന്ന മണ്ഡലങ്ങൾ എന്നുള്ള ഒരു പൂർണ്ണ ആത്മവിശ്വാസത്തിലോടു കൂടിയാണ് BJP ക്യാമ്പുകളുള്ളത്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം തന്നെ BJPക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന അജണ്ടകൾക്കുള്ള മുദ്രയായി ഈ വോട്ടുകൾ മാറുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് BJPക്കുള്ളത്. ദേവി. നന്ദഗോപൻ, കർണാടകയിലേക്കും രാജസ്ഥാനിലേക്കും ഒക്കെ പോകുമ്പോൾ നമുക്കറിയാം NDA സഖ്യം രൂപീകരിച്ചു. NDA തകർക്കാൻ വേണ്ടി കൈകോർത്തെങ്കിൽ പോലും അതിലെ ഭിന്നിപ്പ് വളരെയധികം പ്രകടമാണ്. കാരണം ഈ ഒരു തമ്മിത്തല്ലിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? ദേവിക, NDAയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഒരു വെല്ലുവിളി ഉയർത്തുന്നതേ ഇല്ല. അതിപ്പോൾ രാജസ്ഥാനിലാണേലും കർണാടകത്തിലാണേലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 12 സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മൊത്തം 28 സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് BJPയുടെ അവസ്ഥ എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും പ്രതിപക്ഷം ഒരു തരത്തിലും BJPക്ക് ഒരു എതിരാളിയെ അല്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം വികസന കാഴ്ചപ്പാടില്ലാത്ത പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ സഖ്യത്തിലെ ഓരോ മുന്നണികളും പരിശോധിച്ച് അല്ലെങ്കിൽ CPM ആണെങ്കിലും CPI ആണെങ്കിലും അല്ലെങ്കിൽ ഈ മുന്നണിക്ക്
ഇന്ത്യക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആണെങ്കിലും പ്രകടന പത്രിക എടുത്തപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ എത്രമാത്രം അവരുടെ വികസന കാഴ്ചപ്പാടുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. അതിനാൽ തന്നെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJP സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിയും ഒരു എതിരാളി അല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് BJPക്കുള്ളത്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ പ്രവർത്തനം അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ ഓരോന്നും ജനങ്ങളിലേക്ക് കൃത്യമായി എത്തി എന്നുള്ള യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഓരോ പ്രവർത്തകരും നേതാക്കളും ഈ പ്രചരണ രംഗത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. പ്രത്യേകിച്ച് ഏതാണ്ട് 80 കോടി അധികം ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കാൻ പറ്റി. അതേപോലെ തന്നെ 50 കോടി ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ട് രൂപീകരിക്കാൻ സാധിച്ചു. ഇങ്ങനെ നിരവധി നേട്ടങ്ങൾ സാധാരണക്കാരായ ഒരു രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഇടത്തരക്കാരെയും അതേപോലെ തന്നെ താഴെ തട്ടി കിടക്കുന്നവരെയും ഒക്കെ തന്നെ ഒരേ തരത്തിൽ പരിഗണിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേപോലെ നീതിപൂർവം സേവനം അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഓരോരുത്തരിലും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും ആ ഒരു നിശ്ചയദാർഢ്യവും BJPക്ക് മുന്നിലുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് BJPയുടെ പ്രവർത്തനം. സ്വാഭാവികമായും ND സഖ്യത്തിലെ അസ്വാരസ്യങ്ങൾ അത് BJPക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം ഒരു തരത്തിലും എതിരാളികളാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് രൂപീകരണം മുതലേ ഇതിൻ്റെ തകർച്ച കൃത്യമായി പ്രവചിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ തലതൊട്ടപ്പനായ നിതീഷ് കുമാർ പോലും NDA സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. മാത്രമല്ല ഇതിനകത്തെ മുന്നണിയിലെ ഓരോ കക്ഷികളും പരസ്പരം മത്സരിക്കുകയും അതേപോലെ തന്നെ പരസ്പരം പോരടിക്കുന്ന സ്ഥിതിയും കാണുന്നു. അതേപോലെ തന്നെ ഒരു പ്രധാനമന്ത്രിയായിട്ട് പോലും ഉയർത്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തെയും 89 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുക കർണാടകയിലാണ്. ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി S. നന്ദഗോപൻ.